കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ ഓടയ്ക്ക് മുകളിൽ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച മതിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. മലിനജലം കെട്ടിക്കിടന്ന് പ്രദേശത്ത് ഗുരുതര ആരോഗ്യ ശുചിത്വ പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ ഓടയിൽ മാസങ്ങളായി മലിനജലം കെട്ടിക്കിടന്ന് പ്രദേശത്ത് ഗുരുതരമായ ആരോഗ്യ ശുചിത്വ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സമീപത്തെ സ്വകാര്യ വ്യക്തി തന്റെ സ്ഥലം മണ്ണിട്ട് ഉയർത്തിയതിനെ തുടർന്നാണ് ഓടയിലൂടെ സ്വാഭാവികമായി ഒഴുകിപ്പോകേണ്ട വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടത്. ഇതുകൂടാതെ വെള്ളം ഒഴുകിപ്പോകുന്ന ഓട മൂടി അതിനു മുകളിലായി സ്വകാര്യ വ്യക്തി അനധികൃതമായി മതിൽ നിർമ്മിച്ചതും പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമായി. മഴക്കാലം ആരംഭിച്ചതോടെ മഞ്ഞപ്പിത്തം, എലിപ്പനി ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യത പ്രദേശവാസികളിൽ ആശങ്കയുയർത്തി. ദിനംപ്രതി ഒട്ടേറെ ആളുകൾ എത്തിച്ചേരുന്ന താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്താണ് മലിനജലം ദിവസങ്ങളായി കെട്ടിക്കിടന്നത്. താലൂക്ക് ആശുപത്രിയിൽ നിന്നും തങ്കളം ബൈപ്പാസിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയും ഇതോടെ ശോചനീയമായി. ആശുപത്രിക്ക് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ടൗൺ ജുമാ മസ്ജിദിലേക്കും കനത്ത മഴ പെയ്താൽ മലിനജലം കയറുന്ന അവസ്ഥ വരെ ഉണ്ടായി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭയ്ക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് മൂവാറ്റുപുഴ RDO ഓഫീസിൽ വച്ച് എറണാകുളം ADM നടത്തിയ ചർച്ചയിൽ അനധികൃതമായി നിർമ്മിച്ച മതിൽ പൊളിച്ചു നീക്കുവാൻ തീരുമാനമായെങ്കിലും ബന്ധപ്പെട്ട സ്വകാര്യ വ്യക്തി അതിന് തയ്യാറാകാതെ വന്നതോടെയാണ് നഗരസഭ നേരിട്ട് മതിൽ പൊളിച്ചു നീക്കിയത്. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജുവിന്റെ നേതൃത്വത്തിലാണ് നഗരസഭാംഗങ്ങൾ നേരിട്ട് രംഗത്തെത്തി അനധികൃതമായി നിർമ്മിച്ച മതിൽ JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.